ഹായ് ഗൈസ്, അങ്ങനെ നേരെ സിനിമ കണ്ടിട്ട് ഞങ്ങൾ 4 പേര് ഇറങ്ങിയിരിക്കുകയാണ്. സോ 4 പേരുടെ പെർസ്പെക്റ്റീവിലും സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. ആദ്യം ഇവർ പറയും സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. അതായത് ഒരു തിയേറ്റർ റെസ്പോൺസ് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ കണക്കിലെടുത്ത് സിനിമയ്ക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ബേക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ബേസിൽ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് തിയേറ്ററിൽ നിന്ന് ഫിലിം കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. നേരിന്നുള്ള പടം ഒരുപാട് കാലത്തിന് ശേഷം ലാലേട്ടന്റെ ഒരു അടിപൊളി ഒരു ക്യാരക്ടർ റോൾ ഞങ്ങൾ കണ്ടിട്ടാണ് പോയിരുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് പറയാം. ഒരു മാസ് ക്യാരക്ടർ അല്ല, മുണ്ട് വരച്ചുള്ള അടിയില്ല, അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീനുകൾ ഒന്നുമില്ല. ഒരു കോടതി മുറിയിലെ അതിഗംഭീരമായ രംഗങ്ങൾ, അടിപൊളി ഒരു എബോവ് ആവറേജ് പടം. ഔട്ട് ഓഫ് 10 ഒരു 8 മാർക്ക് നമുക്ക് 8 പോയിന്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഓക്കെ, അഖിലേ എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി പടം, സൂപ്പർ പടം. എന്താ പറയാ, വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഇത്ര കാലം വന്നതിൽ വെച്ചിട്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമായിരുന്നത്. നല്ല പടമാണ്, അടിപൊളി. ഓക്കെ, നന്ദു എന്താ പറയാനുള്ളത്? പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ. ലാലേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അതായത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന താരങ്ങൾ എത്ര വന്നാലും താരവസന്തം ഒന്ന് മാത്രം, അത് ലാലേട്ടൻ തന്നെ. അത്രയും സൂപ്പർ പടം. അത് മാത്രമല്ല സിനിമയിൽ അഭിനയിച്ചുള്ള സിദ്ദിഖ്, അനശ്വര അടിപൊളി. ഇതൊരു വെറൈറ്റി കഥയാണ്. പിന്നെ ഒരു നമ്മൾ കോർട്ടിൽ കണ്ട് ശീലമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു വക്കീല് രചന, അതായത് ഇതിന്റെ കഥ എഴുതിയത് കൊണ്ട് തന്നെ അല്ലേ അതിനെ സംബന്ധിച്ച് സെക്ഷനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സ്വയം നമ്മളൊരു കോടതി മുറിയിലാണെന്നുള്ള ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് ജിത്തു ജോസഫിന്റെ ഈ ഫിലിമിൽ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇതൊന്നുമില്ല, അനാവശ്യമായിട്ട് ഒരു നായകനെ പൊക്കിയടിക്കലോ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നായകൻ ഒരുപാട് തവണ തോറ്റു പോകുന്നുണ്ട്, കരകയറി വരുന്നുണ്ട്. അതുപോലെ സീനുകളിൽ കൈയടിയുണ്ട്. പ്രിയാമണിക്കും നല്ല ഒരു റോളുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റോളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. കഥ ഞങ്ങൾ എന്തായാലും പറയുന്നില്ല, അതൊരു സ്പോയിലർ ആവും. ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് പോയിട്ട് കണ്ട്, അതായത് ഇതൊരു ഇമോഷണൽ ഡ്രാമ കൂടിയാണ്. അപ്പൊ ഇമോഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ഒക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ട്, നിങ്ങളുടെ കുട്ടികളെ ആയാലും എല്ലാരെയും കണ്ട് ആ ഒരു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടണം എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജും കിട്ടും. നല്ലൊരു മെസ്സേജാണ്. എല്ലാരും പോയി പടം കാണുക. ഒരു അടിപൊളി പടം, ഭയങ്കര മാസ് മസാല പടം, നല്ലൊരു ഫാമിലി മൂവിയാണ്. എല്ലാരും പോയി കാണുക. ഒരു നല്ലൊരു മെസ്സേജ് ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാരും മസ്റ്റ് വാച്ച്. മലയാളത്തിന്റെ മോഹൻലാൽ തിരിച്ചു. ഓക്കെ, അപ്പൊ നാളെ സലാർ റിലീസ് ആവുന്നുണ്ട്. അതിന്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ. ബൈ ബൈ.